തിരുവനന്തപുരത്തെ പ്രധാന ജലസ്രോതസ്സായ അരുവിക്കര ഡാം സൈറ്റിലെ ജലസംഭരണിയിൽ ഡ്രെഡ്ജിംഗ് തുടങ്ങി. ഡാമും ആവാസ വ്യവസ്ഥയും സംരക്ഷിച്ചുകൊണ്ട് 1 മില്യൺ ക്യൂബിക് മീറ്റർ ജലം ശേഖരിക്കാനുള്ള സൗകര്യമാണ് ഒരുങ്ങുന്നത്. ഡാം നിർമ്മിച്ചതിനു ശേഷം ഇതാദ്യമായാണ് ഡ്രെഡ്ജിംഗ് നടപടികൾ സ്വീകരിക്കുന്നത്. ഏകദേശം 50% ഭാഗങ്ങളിൽ ജലം സംഭരിക്കാനുള്ള സാഹചര്യം തടസ്സപ്പെട്ടിരുന്നു. ഇത് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരപ്രദേശത്ത് വെള്ളമെത്തിക്കുവാൻ മറ്റ് ഡാമുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. കരാർ ഏറ്റെടുത്ത ഗുജറാത്ത് അഹമ്മദാബാദ് ഡിവൈൻ ഷിപ്പിംഗ് സർവീസസ് എന്ന കമ്പനിയാണ് റിസർവോയർ നവീകരിക്കുന്നത്. അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും ആഴം കൂട്ടി കൂടുതൽ ജലം സംഭരിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ സംഭരണശേഷി 50% വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന് അരുവിക്കര MLA AG സ്റ്റീഫൻ പറഞ്ഞു. അരുവിക്കര ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം ഡാമിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള എക്കലും അതേപോലെ തന്നെ മണലും എല്ലാം നീക്കം ചെയ്യാത്തതിൻ്റെ ഭാഗമായി സംഭരണശേഷി വളരെ കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വേനൽക്കാലം, അതായത് 2017 വേനൽക്കാലത്ത് ഇവിടുത്തെ ജലം ആവശ്യത്തിന് തികയാതെ വരുന്നൊരു ഘട്ടമുണ്ടായി. അതുകൊണ്ട് തന്നെ അപ്പോഴേ ഉള്ളൊരാശയമാണ് ഇതിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ പണി ഇപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. ഈ പദ്ധതി നടപ്പിലാക്കിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. 2 ദശലക്ഷം മീറ്റർ ക്യൂബാണ് ഡാമിന്റെ സംഭരണശേഷി. എന്നാൽ ഇതിന്റെ പകുതിയോളം ഉപയോഗശൂന്യമെന്നാണ് കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ ഡാമിന്റെ 18 കിലോമീറ്ററോളം ദൂരത്തിലുള്ള റിസർവോയർ ശുചിയാക്കും. കൂവക്കുടി പാലത്തിന്റെ ഭാഗം, കാളിയാർ മൂഴി തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 50ഓളം തൊഴിലാളികളാണ് ആധുനിക യന്ത്രസഹായത്തോടെ ശുചീകരണത്തിനിറങ്ങിയത്. ഒരു ദിവസം 240 മുതൽ 800 ക്യൂബിക് മീറ്റർ വരെ മണ്ണ് റിസർവോയറിൽ നിന്ന് പമ്പ് ചെയ്ത് മാറ്റും. ചെളിവെള്ളം പ്രത്യേക ബണ്ട് കെട്ടി തയ്യാറാക്കിയ 4 ചെറുകുളങ്ങളിൽ നിറച്ച് ചെളി മാറ്റിയ ശേഷം ജലസംഭരണിയിലേക്ക് കടത്തിവിടും. കുഴിച്ചെടുക്കുന്ന മണൽ പാസ് മുഖേന ആവശ്യക്കാർക്ക് നൽകും. ഓട്, ചെടിച്ചട്ടി നിർമ്മാതാക്കൾക്ക് ചെളിമണ്ണും നൽകും. പായൽ, മറ്റ് പാഴ്ചെടികൾ കേരള കാർഷിക സർവകലാശാലയുമായി സഹകരിച്ച് സാങ്കേതിക സഹായത്തോടെ വളമാക്കി കർഷകർക്ക് നൽകും. 1 വർഷത്തിനുള്ളിൽ ജോലികൾ പൂർത്തിയാക്കും. 1934 കരമനയാറിന് കുറുകെ നിർമ്മിച്ച അരുവിക്കര ഡാമിൽ നിന്നും 350 ദശലക്ഷം ലിറ്റർ വെള്ളം നഗരത്തിലെ കുടിവെള്ള ആവശ്യങ്ങൾക്കായി പമ്പ് ചെയ്യുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.